പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ 9ഓളം നോമ്പുകൾ അല്ലെങ്കിൽ 8ഓളം നോമ്പുകൾ നമ്മളിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. നമ്മൾ എത്ര പേര് എത്ര ജുസുകൾ ഈ ദിവസത്തിനുള്ള ഓതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഒരു ഹറഫിന് 10 ഹസനത്ത് പ്രതിഫലം കിട്ടുന്ന ഈ ഒരു കാര്യം വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്ന നാം സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ, മറ്റു കുടുംബാംഗങ്ങൾ, അതുപോലെ കൂട്ടുകാർ തുടങ്ങിയവരൊക്കെ നമുക്ക് എഴുതുന്ന കത്തുകളും മെസ്സേജുകളും വായിക്കാൻ നമുക്ക് വളരെയധികം താല്പര്യമുണ്ടാകാറുണ്ട്. പലതും നാം പലതവണ ആവർത്തിച്ച് വായിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളേറെ നാം താല്പര്യം കാണിക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതുമായ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബിൻ്റെ അപരിശുദ്ധമായ കലാം ഖുർആൻ, ആ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഹബീബായ മുത്തബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, നിശ്ചയം അത് ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമുക്ക് വേണ്ടി ശുപാർശകനായിട്ട് വരും. ഖുർആനിൽ നിന്ന് ഒരു ഹറഫ് 10 ഹസനത്ത് വീതം പ്രതിഫലം ലഭിക്കുന്നുണ്ട്. റമദാനല്ല, റമദാൻ അല്ലാത്ത മാസം പറയുന്നത്. ഒരാൾ അലിഫ് ലാം മീം അലിഫ് ലാം മീം എന്ന ഓതുമ്പോൾ 30 ഹസനത്തിന് പ്രതിഫലമാണ് ലഭിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന്, അതായത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹറഫ് ഓതിയാൽ അവൻ ഒരു ഹസനത്ത് പ്രതിഫലമുണ്ട്. ഒരു ഹസനത്ത് അതിൻ്റെ 10 ഇരട്ടിയാണ് സാധാരണ ലെവലിൽ ലഭിക്കുന്നത്. അപ്പം അലിഫ് ലാം മീം എന്നത് ഒരു ഹറഫാണെന്ന് പറയുന്നില്ല, മറിച്ച് അലിഫ് ഒരു ഹറഫും ലാം ഒരു ഹറഫും മീം മറ്റൊരു ഹറഫുമാണ്. തുർമുദി, റിയാദുസ് സ്വാലിഹീനൊക്കെ നോക്കിയാൽ കാണാം. അപ്പം ദിവസവും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നത് നാം പതിവാക്കണം. ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ ഓറഞ്ചിനോടും ഖുർആൻ ഓതാത്ത മുഅ്മിനിനെ കാരക്കയോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിനെ ഉപമ ഓറഞ്ച് പോലെയാണ്. അതിൻ്റെ വാസനയും രുചിയും രണ്ടും എന്താണ്? സുഗന്ധമുള്ളതാണ്. ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉപമ കാരക്ക പോലെയാണ്. അതിന് നല്ല രുചി ഉണ്ടാവുമെങ്കിലും വാസന ഉണ്ടാവൂല. ഖുർആൻ ഓതുന്ന മുനാഫിഖിന്റെ ഉപമ റൈഹാൻ പുഷ്പം പോലെയാണ്. അതിന് നല്ല വാസനയും ഉണ്ടാവും, പക്ഷെ രുചി ഉണ്ടാവും. എന്താണ്? രുചി കയ്പുള്ളതാണ്. ഖുർആൻ ഓതാത്ത മുനാഫിഖിന്റെ ഉപമ ആട്ടങ്ങ പോലെയാണ്. അത് വാസനയില്ലാത്തതും രുചി കയ്പുള്ളതുമായിരിക്കും. മുസ്ലിമൊക്കെ നോക്കിയാൽ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എല്ലാ ദിവസവും ഖുർആൻ പറയാം. ഒരു പേജെങ്കിലും പരിശുദ്ധമായ റമദാനിൽ ഒരു തവണയെങ്കിലും ഖതം ചെയ്യാൻ നിങ്ങൾക്ക് ഓതാൻ പ്രയാസം തോന്നുന്നുണ്ടോ? ഒരുപാട് ഖിറാഅത്തുകൾ, രസകരമായ നല്ല രീതിയിലുള്ള, നല്ല കേൾക്കാൻ നമുക്ക് ഓതാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഖുർആൻ്റെ വോയിസുകൾ കിട്ടും. അത് ഓണാക്കി വെച്ച് അതിൻ്റെ കൂടെ ഓതിക്കോളേ, തെറ്റും വരാതെ ഓതാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വട്ടമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ തെറ്റില്ലാതെ തജ്വീദ് നിയമം അനുസരിച്ച് ഓതാൻ തൗഫീക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ. അത് ഉപകാരമായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഫേമസ് മീഡിയ 97 44 87 5792 ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ചെറിയ വീഡിയോസുകൾ ഉപകാരമുള്ള ചെറിയ അമലുകൾ വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ്.